കമല 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 എന്താ കമല, നീ ഇന്നത്തെ പത്രം കണ്ടോ? കേട്ടേ അന്ന് മുതൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണതാ. എത്ര തവണ പറഞ്ഞു മനുഷ്യ, ഞാൻ ഇതൊന്നും വായിക്കാറില്ലെന്ന്. എടി, ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് നിനക്ക് ഇതിന്റെ കഥ പറഞ്ഞു തന്നാ നിനക്ക് കേൾക്കാൻ സൗകര്യമാവൂ? ആലോചിക്കാം. എന്തോ ആലോചിക്കാന്ന്. കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്തവരുടെ കണക്ഷൻ ഇലക്ട്രിസിറ്റിക്കാർ ഒരു ദാക്ഷിണ്യവും കൂടാതെ വന്ന് കട്ട് ചെയ്യുമെന്ന്. അതിനെന്താ, നമ്മൾ കൃത്യമായിട്ട് ബില്ല് അടയ്ക്കാറുണ്ടല്ലോ. നമ്മൾ കൃത്യമായിട്ട് ബില്ലടയ്ക്കാറുണ്ട്. എന്നെ പോലെ കൃത്യമായിട്ട് ബില്ലടയ്ക്കുന്ന വേറെ ആരുണ്ടാവും ഈ കേരളത്തിൽ? അയ്യോ, കറണ്ട് പോയി. അയ്യോ, കറണ്ട് പോയി, ചൂടും തുടങ്ങി. ചേട്ടാ, പുറത്തെന്താ? എന്താ പുറത്ത് നോക്ക്. നിങ്ങളുടെ പുറത്തല്ല, വീടിന്റെ പുറത്ത്. വീടിന്റെ പുറത്ത് എന്താ? എന്തോ ഒരു ശബ്ദം കേൾക്കണില്ലേ? എന്ത് ശബ്ദം? ഒരു കിരികിരി ശബ്ദം. കിരികിരി ശബ്ദോ? ഒന്ന് പോയി നോക്കുന്നു. അയ്യേ, കിരികിരി ശബ്ദമാണോ? ഞാൻ നോക്കില്ല, അത് നീ പോയി നോക്കിയോ. നിങ്ങളുടെ ഒരു കാര്യം ഒന്ന് പോയി നോക്കേ. എന്തിന്? ഒന്ന് ചെല്ല്. ആ, ഇവിടുന്നാണല്ലേ കിരികിരുന്നൊരു ശബ്ദം. എന്ത് പറ്റി മീറ്ററിന്? ഇതെന്റെ വീടല്ലേ, എന്റെ മീറ്ററല്ലേ, എന്ത് പറ്റി? അഴിച്ചെടുക്കുക. എന്തിന്? കംപ്ലൈന്റ് ഉണ്ട്. ഓ, കംപ്ലൈന്റ് ഉണ്ടല്ലേ? എനിക്കും തോന്നിയിരുന്നു അത് വല്ലാതെ കടന്ന് ഓടുന്നുണ്ട്. ആരോടുന്നു? മീറ്റർ ഓടുന്നു. ആരാ ഓടുന്നത്, എത്ര ഓടേണ്ടി വരും എന്നൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ മീറ്ററിന് കുഴപ്പമൊന്നുമില്ല? മീറ്ററിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തനിക്ക് കുഴപ്പമുണ്ട്. എനിക്കെന്താ കുഴപ്പം? എന്തെനിക്ക് കുഴപ്പം? കറണ്ട് ബില്ലടയ്ക്കാത്തതിന് തന്റെ കണക്ഷൻ കട്ട് ചെയ്തു. ഹൈ, കണക്ഷൻ കട്ട് ചെയ്യേ? എന്തിന്? ഞാൻ കൃത്യമായിട്ട് ബില്ലടയ്ക്കുന്നതാണല്ലോ. ബില്ലടച്ചതിന്റെ റെസീപ്റ്റ് എന്റെ കയ്യിലുണ്ട്, ഫയലായി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. കറണ്ട് ബില്ലിന്റെ ഫയലല്ലേ? ആ, ഞങ്ങളുടെ ഓഫീസിൽ പോലും അങ്ങനെ ഒന്നും സൂക്ഷിക്കുന്നില്ല. അല്ല, അപ്പൊ ഇനി എന്ത് ചെയ്യും? വേഗം ഓഫീസ് ഒന്ന് റീകണക്ഷൻ അപ്ലൈ ചെയ്യും. കറണ്ട് ഇല്ലാതെ എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ? റീകണക്ഷനോ? എന്തിന്? ഇത് ഞാൻ ഊരിയല്ലോ. ആ, ഊരി. ഇനി ഇത് വീണ്ടും പിടിപ്പിക്കണ്ടേ? പിടിപ്പിക്കണം. പിന്നെ കണക്ട് ചെയ്യണ്ടേ? പിന്നെ കണക്ട് ചെയ്യണ്ടേ? അപ്പൊ റീകണക്ഷൻ ആയില്ലേ? സുഹൃത്തെ, ബില്ല് ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുന്നതാണ്. നിങ്ങളോട് ആരാ പറഞ്ഞു ഇതൊന്നും ഊരാൻ? അത് മേളിൽ നിന്ന് ഓർഡർ ഉണ്ട്. മേളിൽ നിന്ന് ഓർഡറോ? ആരുടെ? ദൈവത്തിന്റെ ഓർഡറോ? അതൊന്നും എനിക്കറിയില്ല. നിക്ക്. അതെ, ഞാൻ ആ ഫയൽ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ബോധ്യാവുമല്ലോ. നിൽക്കണമെന്ന് നേരമില്ല, ഇതുപോലെ ഇനിയും ഉണ്ട് പറിച്ചെടുക്കാൻ. ആ, നിക്കുന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യാന്ന, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട. നാരങ്ങ വെള്ളം വേണ്ടെന്ന് പറഞ്ഞില്ലേ? മറ്റത്? മറ്റതാ? ഓ, മറ്റതൊരെണ്ണം. എത്ര എണ്ണം? ഒരെണ്ണം. ഒരെണ്ണോ? ഒന്നും പറഞ്ഞില്ല. ശരി. എന്ത് ശരി? ശരിയെന്ന്. നിൽക്കുവോ പോവോ? നിൽക്കാം. കുറച്ച് പറഞ്ഞില്ല. നിൽക്കാം. നിൽക്കാം. ഒരെണ്ണം. കണ്ടോ, ഇത് കഴിഞ്ഞ മാസം അടച്ച ബില്ല്. ഇത് അതിൻ്റെ മുമ്പത്തെ മാസത്തെ, ഇത് അതിൻ്റെ മുമ്പത്തെ. നിർത്ത്. എവിടെ? എന്ത്? മറ്റത്. മറ്റതോ? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല മറ്റൊരെണ്ണം കൊണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരെണ്ണം. എന്തൊരെണ്ണം? മറ്റൊരെണ്ണം കൊണ്ടുവരാം. ആ, അതാണിത് ഫയല്. ഇതോ? ആ, ബില്ലടച്ചതിന്റെ ഫയല്. ആ, ഇപ്പൊ ഇത് കണ്ടല്ലോ. ഇനി ഈ സാധനം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാം. ആ, മേളിൽ നിന്ന് ഓർഡർ, ദൈവം തമ്പുരാന്റെ. ഇത് അഴിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി നിയമം റീകണക്ഷൻ. ഓഫീസിലോട്ട് വാ. നിക്ക്. ആ സാധനങ്ങൾ തന്നിട്ട് പോ. എന്ത്? വേണ്ട, വിട്. വിടും. ആ, എന്നാ കൊണ്ടോക്കോ. എന്തടോ? ഒന്നുമില്ല. ആ, ഇയാൾ എന്തിനീ ദേഷ്യപ്പെടുന്നത്? നേരം വെളുത്ത് പത്രം എടുത്ത് കരുനാക്ക് വളച്ച് കറണ്ട് കളഞ്ഞല്ലോ. സമാധാനമായല്ലോ നിങ്ങൾക്ക്? സമാധാനമായി എനിക്ക്. ആ, ഇനി നീ സീരിയൽ കാണില്ലല്ലോ. രാവിലെ സീരിയൽ അങ്ങോട്ട് തുടങ്ങും. പെണ്ണുങ്ങളുടെ കരച്ചിലും മട്ടാസവും അവിഹിതവും ഗർഭവും. ഈ കംപ്ലൈന്റ് ബുക്കില് പരാതി നോക്ക്, പരാതി എഴുതി 3 പ്രാവശ്യം പരാതി എഴുതി. 3 പ്രാവശ്യം വന്ന് ശരിയാക്കി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഒരാൾ പോലും ആ വൈക്ക് തിരിഞ്ഞു വന്നിട്ടില്ല. ഒരാഴ്ച കറണ്ട് പോയിട്ട്. എന്താ പേര്? ശശി. എന്റെ ശശി, എങ്ങനെ ചൂടായ കറണ്ട് വരുമോ? പിന്നെ ഈ ബുക്കിലൊന്നും ഒപ്പിട്ട് വെച്ചോണ്ട് ഒരു കാര്യമില്ല. പേപ്പറിൽ എഴുതിയിട്ടില്ല തെളിവ്. തെളിവ് പേപ്പറിൽ എഴുതിയാലാ, പക്ഷെ അത് പേപ്പർ അല്ല ശശി. പേപ്പറാണ്. ഇങ്ങോട്ട് വാ. ഈ ഗാന്ധിജിന്റെ ചിത്രമുള്ള ഒരു പേപ്പർ കണ്ടിക്കണോ? ഇല്ല.
അതേത് പേപ്പറാണ്? പേഴ്സിലുണ്ടാവും, നോക്കി നോക്കി. പേഴ്സിലും ഉണ്ടാവില്ല. നോക്കി ഉണ്ടാവില്ല. എവിടെ? ഇത് തന്നെ കണ്ട, ഇതാണ് ഗാന്ധിജിന്റെ ചിത്രം. ഇത് പച്ചയാണ്, മഞ്ഞ ഉണ്ടോ നോക്കി, മഞ്ഞ. അതാ കണ്ടോ, ഇതാണ് ഗാന്ധിജിന്റെ ചിത്രമുള്ള പേപ്പർ. കണ്ട, ഗാന്ധിജി ഇരിക്കുന്നുണ്ടല്ലേ? ഇനി ഇതിന്റെ മേലെ കൈ കൊണ്ട് കണ്ടോ, കണ്ടോ, ഒക്കെ ശരിയായിക്കോളും കേട്ടോ. കറണ്ട് പോരും. ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ശശീന്റെ വീട്ടിൽ കറണ്ട് വന്നില്ലെങ്കിൽ എന്റെ പേര് ശശീന്റെ പട്ടി കിട്ടോ. എന്റെ വീട്ടിൽ പട്ടിയില്ല. പട്ടിനൊന്ന് വാങ്ങാലോ, ഒന്നിന് തോന്നുമ്പോ ഇട്ടോളി, വിളിച്ചോളി. ശരി. അതെ, ശരിയായോ? ഒന്നും ശരിയാവും. ഒരു ചായ. അതെ, ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? അയാളാരാ? അയാളാ അദ്ദേഹം. ആ. അദ്ദേഹമാണ് എക്സി. ഏക്സിയാ? എക്സി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. നിങ്ങൾ പരാതി ബോധിപ്പിക്കേണ്ട ആള്. ഓ, അത് ശരി. അപ്പൊ നമ്മളാരാ? നമ്മൾ മൊയ്തീൻ. പ്യൂണാ? പ്യൂണാ ചെല്ലി. ഒരു ചായ. പ്യൂണാണല്ലേ? കേട്ടോ ഷാജി, ഏതെങ്കിലും കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്നെ പിടിച്ചങ്ങ് മുമ്പിൽ നിർത്തും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താനായിട്ട്. അത് പിന്നെ കുടുംബത്തിലെ കാലത്തിലുള്ള ആളുകള് എല്ലാവർക്കും വലിയ താല്പര്യം സാറേ. സാറേ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ കനത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ ഭേദം. എല്ലാ കല്യാണത്തിനും കനത്തിലുള്ള കവർ കൊടുത്ത് ഞാനിപ്പതേ ഷാജി മെലിഞ്ഞ് ഇങ്ങനെ ആയിപ്പോയി. സാർ, ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു പുറത്ത്. സാറേ, ചായ. അതെ, ഒരു ചായ എനിക്ക് വാങ്ങിച്ചോളൂ. ഒരു പരിപാടിയും കൂടി ആയാലോ? പരിപ്പട വേണ്ട. വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്കണോ? ചായ കുടിക്കാൻ വന്ന അവിടെ. അത് ശരിയാണല്ലോ. അതെ സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചായ കുടിക്കുമ്പോൾ സംസാരിക്കാറില്ല. സാറ് സംസാരിക്കണ്ട, സാറ് കേട്ടാ മതി, ഞാൻ പറഞ്ഞോളാം. താനെന്ത് മനുഷ്യനാണ്? ഒരാൾ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ചെറിയിൽ നോക്കിയിരിക്കുക, എനിക്കത് ഇഷ്ടമല്ല. സാർ, പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. പ്രസരണ നഷ്ടം ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് കൂടെ പണി കിട്ടുന്ന പറയണേ. ഇടുക്കിയിൽ നിന്ന് വൈദ്യുതി വരുന്നതിനിടയ്ക്ക് ലീക്ക് ആവുന്നതിന് നമ്മൾ എന്ത് ചെയ്തോ? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ. ഇടോ, ഞങ്ങൾ തമ്മിൽ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് താൻ കേട്ടല്ലേ? അതിന്റെ ഇടയ്ക്കാണോ തന്റെ കുറെ കാര്യങ്ങൾ പറയാനായിട്ട്? അതെ, ഞാൻ 10 മണി മുതൽ പുറത്ത് കാത്തു നിൽക്കുന്നതാണ്. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞില്ലേ? തന്നോട് 10 മണി മുതൽ അവിടെ പുറത്ത് കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. 11 മണിയാകുമ്പോൾ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഇവിടെ ആവശ്യമാണെന്നും സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും KSEB തനിക്ക് ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താ സാറേ, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഇടോ, അതിലേറെ പ്രശ്നത്തിലാണ് ഞങ്ങൾ. തനിക്കറിയാലോ, മുല്ലപ്പെരിയാർ, ഇടുക്കി, ജയലളിത, വെള്ളം, മതില്. അയ്യോ, അതൊക്കെ പൊതു, ഇത് എന്റെ മാത്രം. വല്ലപ്പോഴും ആണെന്ന് ഓഫീസിൽ വരുന്നത്. അപ്പോഴത്തേക്ക് ഓരോരുത്തർ കയറി വരും മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. തന്റെ പ്രശ്നം എന്താ? എന്റെ സാറേ, എനിക്ക് കറണ്ടിന്റെ കണക്ഷൻ കിട്ടിയിട്ട് ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും വൈകിച്ചിട്ടില്ല ബില്ലടയ്ക്കാൻ. ആഹാ, എന്താ ഇതൊന്ന് പൂരിപ്പിച്ചതാ. എന്താ ഇത് ഒരു അവാർഡിനുള്ള ഫോമാണ്. എന്താ അവാർഡ്? അത് KSEB കൃത്യമായിട്ട് ബില്ലടയ്ക്കുന്നവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തെ തനിക്കങ്ങ് തന്നേക്കാം. സാറേ, ഞാൻ കൃത്യമായി ബില്ലടച്ചിട്ടും എന്റെ വീട്ടിലെ മീറ്റർ വന്ന് ഊരിക്കൊണ്ടുപോയി. ഈടോ, കള്ളന്മാര് മീറ്റർ ഊരിക്കൊണ്ട് പോയി ഇവിടെ വന്നാണോ പരാതി പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ പോയി പറയടോ. അപ്പൊ അയാള് കള്ളനാ? ആര്? ഇവിടുത്തെ ലൈൻമാൻ. എന്റെ വീട്ടിൽ നിന്ന് മീറ്റർ ഊരിക്കൊണ്ടുപോയ ലൈൻമാൻ. അയാൾ മോളിൽ നിന്ന് എന്തോ ഓർഡർ ഉണ്ട് പറഞ്ഞു. മോളിൽ നിന്ന് ഓർഡർ ഉണ്ടോ? ഞങ്ങൾ ഊരും. റൂൾസ് നോക്കണ്ടേ? അപ്പൊ ഞാൻ ബില്ല് അടച്ചതാണല്ലോ. ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് കംപ്ലൈന്റ് ഒന്നും എന്റെ അടുത്തല്ല വന്ന് പറയേണ്ടത്. അതിനാണ് അവിടെ ഇരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ. അയാളെവിടെ? അയാളിതാ അവിടെ ഇരിക്കുന്നു. അവിടെ ആരുമില്ലല്ലോ. അവിടെ ആരുമില്ല. പക്ഷെ അയാളപ്പോ അവിടെ വരും. അപ്പൊ താനവിടെ പോയി അയാൾ പറഞ്ഞാൽ മതി. അയാൾ എപ്പോ വരും? അയാളെപ്പോ വരും എനിക്കാണ് അറിയാവുന്നത്. താൻ പോയി ഇടോ. കൊതിയൻ, ചായ കുടിയൻ. അയാള് എന്നിട്ട് വരാല്ലേ? അങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ ഇരുന്നാ മതി. കറണ്ട് കൊടുത്താണല്ലോ പ്രശ്നമായി പോയത് ഞങ്ങൾക്ക്. അത് പറയണം. ഓരോരുത്തരും വാങ്ങി വീങ്ങിയില്ലേ നിങ്ങളൊക്കെ? കൊടുത്തതൊക്കെ എല്ലാം കൊടുത്തില്ലേ? എല്ലാരും കൊടുത്തല്ലേ? പറഞ്ഞ വാക്ക് പാലിക്കണോടോ. അത് വേണം. എന്റെ പണം വാങ്ങിച്ചു വാട്ടി ചൂട്ടി എല്ലാം തിന്നില്ലേ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഞാനല്ല ഇവിടുത്തെ ആള്. ഏയും കൂയൊന്നും ഞാനല്ല. ഇതേ അവിടെ ഇരിക്കുന്ന ആളാ. കണ്ട? ഞാൻ കാണിച്ചു കൊടുക്കാം. അവിടെ ഇതൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കണം. ഇതേപോലെ തന്നെ വേണം. ഇതുപോലെ തന്നെ കാണിച്ചു. ഒരാൾ തപ്പ പോയുള്ളൂ. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടൊക്കെ പറഞ്ഞോ. ഇവിടെ ആരെങ്കിലും ഒരാൾ കേൾക്കണമല്ലോ. സോറി സാർ, സോറി. എന്താ സാറേ, ഞാൻ കൃത്യമായിട്ട് ബില്ലടയ്ക്കുന്നതാണ്. എന്നിട്ട് എന്റെ മീറ്റർ ഊരിക്കൊണ്ടുപോയി. സത്യം സാറേ, ഊരിയെടുത്ത ഞാനാ. അങ്ങനെ ഒരു ഓർഡറിൽ ഇയാളുടെ കൺസ്യൂമർ നമ്പർ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാറേ, ഞാൻ ഇന്ന് വരെ ബില്ലടക്കാൻ ഡേറ്റ് തെറ്റിച്ചിട്ടില്ല. ഇതുവരെ ഒരു പിഴ പോലും എനിക്ക് അടക്കേണ്ടി വന്നിട്ടില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് പരാതി പോലും ഞാൻ പറഞ്ഞിട്ടില്ല.
എന്നിട്ടെന്താ? എന്നിട്ടും എന്റെ മീറ്റർ നിങ്ങൾ ഊരിക്കൊണ്ടുപോയി. ആര്? ഞാനോ? നിങ്ങളല്ല, നിങ്ങളുടെ ബോർഡ്. ആ, അങ്ങനെ പറയൂ. ആ, നിങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കാണണം, എന്നിട്ട് ഇതുപോലെ അവിടെ ചെന്ന് പറയണം. അപ്പൊ സാറല്ലേ ആ സാധനം? ഏത് സാധനം? ആ പറഞ്ഞ SQQ. ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അപ്പൊ ആ SQQ ആരാ? അത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഓ, ഇപ്പൊ എന്നോട് കാണാൻ പറഞ്ഞ ജീവി നിങ്ങൾ കാണേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനാണ്. അതെവിടെ? ആ വത്സല മേഡത്തിന്റെ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ വത്സല മേഡം. ആ, ഇയാൾ എന്തിനാണ് വിളിക്കണത്? ഇങ്ങോട്ട് വാ. ഇതെന്റെ ഫയലാണ്, ബില്ലടച്ചതാ. സെപ്റ്റംബർ ഒക്ടോബർ 865.50, ഡേറ്റ് 10/10/2010. ആ, നവംബർ ഡിസംബർ 868.50, ഡേറ്റ് 10/12/2010. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ റീകണക്ഷനുള്ള പണം അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ തെറ്റിന് ഞാൻ എന്തിനു പൈസ അടയ്ക്കണം? പക്ഷെ നിങ്ങൾക്ക് കറണ്ട് വേണ്ടേ? കറണ്ട് വേണം. അല്ല, നിങ്ങള് ബില്ല് അടച്ചിട്ടില്ലേ? ഞാൻ ഡേറ്റ് തെറ്റിക്കാറില്ല. എന്താ? ബില്ല് അടച്ചിട്ടുണ്ടെന്ന്. പക്ഷെ 10,000 രൂപ അടയ്ക്കാണ്ടെന്നാണല്ലോ ഈ കമ്പ്യൂട്ടറിൽ കാണിക്കണേ. എന്ത്? നോക്കൂ. 10,000 രൂപയോ? ആ, 1000. മൊയ്തീൻ, ഇതൊന്നും കൂട്ടില്ല കേട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ആയത് മിസ്റ്റർ. മാഡം വിളിച്ചിനോ? ആ, എവിടെയാ ലൈൻമാൻ എന്റെ മൊയ്തീൻ? എന്തിനാ മേഡം ഓനെ കത്തിക്കണങ്ങൾ? ഓനെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതു നേരം ഇങ്ങനെ ഇളിച്ച് നടക്കുക, ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മണ്ടിൽ കട്ടിയിട്ട് പോലെ അവിടെ കിടക്കുക. ഇത് ഓനെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ വിളിക്കാം. എനിക്ക് എന്തായാലും ആളെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ വിളിക്കാം. മിസ്റ്റർ, ഞാനൊരു ചായ ഓർഡർ ചെയ്തിരുന്നു. ആ ചായ അടിച്ചു വെച്ചേക്കണ്, പൊറാട്ട ഉണ്ട്, അവിടെ വന്നാൽ തരണ്ട്. അങ്ങോട്ട് വാ. അതെ, നിങ്ങളുടെ കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റാം, പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല. ഹരിചന്ദ്രൻ. സത്യശീലൻ. ആ, അപ്പൊ സത്യ, നിങ്ങൾ ഈ ചെക്കിന്റെ പിന്നിൽ കൺസ്യൂമർ നമ്പർ എഴുതിണ്ടായിരുന്നോ? പിന്നെ എഴുതില്ലേ? നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ തന്നെയാണോ എഴുതിയത്? അല്ലാതെ പിന്നെ അയലത്തെ രമയുടെ കൺസ്യൂമർ നമ്പർ എഴുതിയ എന്റെ ഭാര്യ സമ്മതിക്കുവോ? ഓ, നിങ്ങളുടെ ഭാര്യ സമ്മതിക്കാത്തതാണ് പ്രശ്നം. അല്ല, വേറെ ഏതെങ്കിലും നമ്പർ എഴുതി അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം നീ അടഞ്ഞു പോയിട്ടുണ്ടാവും, അറിയില്ലല്ലോ. ഈ 10,000 രൂപയോ? ആ. ഹായ്. ആ. ഓ, നിങ്ങളപ്പോ മുമ്പേ അറിയണതാ? പിന്നെ ഞാനല്ലേ ഊരിയത്. പക്ഷെ മേഡം, ഇയാൾ ബില്ല് അടച്ചിട്ടുണ്ട്. റെസിപ്റ്റ് ഞാൻ കണ്ടതാ. അങ്ങനെയാണെങ്കിൽ താൻ ഊരി എടുക്കുമ്പോ എന്താ ശ്രദ്ധിക്കാഞ്ഞേ? ആദ്യം ഓർഡർ വന്നു, ഡിസ്കണക്റ്റഡ്. പിന്നെ ഇയാൾ വന്നു, ബില്ല് ഊരി പോയില്ലേ, ഇനി റീകണക്ട് ചെയ്യേണ്ടി വരും. മിസ്റ്റർ സത്യശീലൻ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ എന്തായാലും 10,000 രൂപ 10,000 രൂപ ഞങ്ങളത് റീഫണ്ട് ചെയ്ത് തരാം. ഈ കമ്പ്യൂട്ടറിന്റെ എറർ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യൂ, തിങ്കളാഴ്ച വരൂ, എല്ലാം ശരിയാക്കി തരാം. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് അവസാനത്തെ തിങ്കളാഴ്ച ഒന്നല്ലല്ലോ. ആ, അല്ല, അടുത്ത ആഴ്ച ഉണ്ട് തിങ്കളാഴ്ച. ആ, അങ്ങനെ എല്ലാ ആഴ്ചയിലും ഓരോ തിങ്കളാഴ്ച ഉണ്ട്. വേറെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച നിങ്ങൾ വരൂ. ഒരു സെക്കൻഡുള്ള അത് ഊരി എടുക്കാൻ പറ്റി. ഇതെന്ത് തിരിച്ചു വെക്കാത്ത താമസം? ഊരി ഇങ്ങോട്ട് എടുക്കാൻ പറ്റും, തിരിച്ചങ്ങോട്ട് പിടിപ്പിക്കണമെങ്കിലേ സമയം എടുക്കും, പണിയുണ്ട്. പിന്നെ മേഡം സാധാരണ 2 മാസത്തെ അവധിയാണ് പറയാറ്. താൻ ഭാഗ്യവാനാ, പോയിട്ട് അടുത്ത ആഴ്ച വരൂ. പോയിട്ട് അടുത്ത ആഴ്ച വാ. പിന്നെ ഒരു മെഴുതിരി തീപ്പെട്ടി കൂടെ മേടിച്ചോണേ. അത് ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ആയിക്കോട്ടെ. ആ, അപ്പോഴേക്കും നിങ്ങളുടെ ഈ കുന്തം കമ്പ്യൂട്ടർ ശരിയാവൂ? പിന്നെ എന്തിനാടോ വിളിക്കുന്നത്? അല്ലെങ്കിൽ വിളിച്ചോ, നന്നായിട്ട് വിളിക്കും. മിസ്റ്റർ മൊയ്തു, എന്താണിത്? എന്താണ്? സമയം 1:30 കഴിഞ്ഞില്ലേ? കഴിയല്ലോ, ഭൂമി ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കില്ലേ സത്യശീല. 1:30 ആവും, 2:30 ആവും, 3:30 ആവും. ആ, കളിയാക്കല്ലേ? ഞാൻ 10 മണിക്ക് ഇവിടെ വന്നതാണ്. എവിടെ നിങ്ങളുടെ വത്സല മേഡം? ഇതുവരെ വന്നില്ലല്ലോ. വരൂ. പഠിച്ചോന്നറിയാം. വേറെ ആർക്കറിയാം? വത്സല മേഡത്തിന് അറിയും. അതിനവര് വന്നില്ലല്ലോ. അവർ വരുമല്ലോ എന്ന് ഇവിടെ ആർക്കും അറിയാൻ പറ്റൂല. ഇനി വരാതിരിക്കൂ? വരാണ്ടിരിക്കോ? എന്നോടാ ചോദിക്കണത്? മേഡം. ആ, മേഡം നമസ്കാരം. ആ, ഇജ്ജ് എങ്ങോട്ടാണ്? ഞാൻ മേഡത്തിനെ കാണാൻ. മേഡെല്ലാം പോയത് കണ്ടില്ലേ? അതിനിങ്ങനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. എന്നോട് മേഡം വരാൻ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച 10 മണിക്ക്. 10 മണിക്കല്ലേ വരാൻ പറഞ്ഞത്? ഞാൻ 10 മണിക്ക് വന്നല്ലോ. നിങ്ങളുടെ മേഡല്ലേ വരാതിരുന്നത്? മേഡം സമയത്തിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. 10:30 എന്ന് പറഞ്ഞാൽ 10:30. എപ്പോ സമയത്തിലായി? ഇപ്പൊ സമയം 1:30. പോയില്ലേ, സമയം മാറി. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കുമെന്ന് അകത്ത് പോയിട്ട് ഞാൻ നോക്കട്ടെ. സത്യശീല ഇവിടെ നിൽക്ക്. എങ്ങോട്ടാണ്? എനിക്ക് മേഡത്തിനെ കാണണമെന്ന്. മേഡം ഫോണിലാണ്, കുറച്ചു നേരം പിടിക്കും. നാളെ വരിക. നല്ലത്. നാളെന്നും വരാൻ പറ്റില്ല. ഞാൻ മേഡത്തിനെ കണ്ട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. അങ്ങോട്ട്. ആ, സത്യശീലൻ ഇരിക്കൂ, വരൂ. പെൻഡിങ് ഉള്ള ബില്ല് അടയ്ക്കേണ്ടി വരും. അത് ഞാൻ അടച്ചല്ലോ. ഇനി എവിടെ കൊണ്ടുപോയി അടയ്ക്കും? അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ ഈ ബില്ല് അടയ്ക്കാനുള്ള 10,000 രൂപ. അതാണ് ഞാനും ചോദിച്ചത്. ഒരു കാര്യം ചെയ്യൂ, കമ്പ്യൂട്ടർ അക്കൗണ്ടിലേക്ക് അടയ്ക്കും. ഞാനത് അടച്ചല്ലോ. ഓ, നിങ്ങൾ വെറുതെ മനുഷ്യനെ തലവേദന എടുപ്പിക്കാനായിട്ട് കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരും.
ഞാനിപ്പോ എന്താ വേണ്ടത്? അത് എനിക്കാണോ അറിയാം? പിന്നെ എനിക്കാണോ അറിയാം? നിങ്ങൾ അടയ്ക്കും, അടയ്ക്കില്ല, അടയ്ക്കേണ്ടി വരും, അടയ്ക്കപ്പെടും, അടയ്ക്കേണ്ടിയിരിക്കുന്നു. ഇത് എന്തൊരു ദ്രുണ്യത! തുന്നിതയോ? ഞാനോ? മാഡം ആ വന്നല്ലോ. മാഡം ഇതാണ് കട്ടിയാനുള്ള കണക്ഷന്റെ ബില്ല്. എന്താ? ബില്ലടയ്ക്കാനുള്ള കട്ടിങ്ങിന്റെ കണക്ഷൻ. എങ്ങനെ? കട്ടിയാനുള്ള കണക്ഷന്റെ ഓർഡർ. ഓ, ഈ ഹരിചന്ദ്രന്റെ അല്ല, ഈ സത്യശീലന്റെ കാര്യം എന്താ ചെയ്യാൻ പോണേ? നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് കറണ്ട് വേണോ? പിന്നെ എനിക്ക് കറണ്ട് വേണ്ടേ? നിങ്ങൾക്ക് കറണ്ട് വേണമെങ്കിൽ പുതിയ മീറ്ററിന് അപ്ലൈ ചെയ്യൂ. സ്വയംവരം സാർ അപ്പുറത്തെ സീറ്റിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ ഏത് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക. പെട്ടെന്ന് നോക്കോളൂ. ഇത് എത്ര നാൾ പിടിക്കും? ഒരു 2 അടി നടക്കാനേ ഉള്ളൂ. പുള്ളിക്കാരൻ അപ്പുറത്തെ സീറ്റിൽ ഇരിപ്പുണ്ട്. അതല്ലെന്ന്. പിന്നെ കണക്ഷൻ കിട്ടാൻ എത്ര നാൾ പിടിക്കും? ഒരു 2 മാസം. കൂട്ടടോ. സത്യശീല, മീറ്ററിന് 1000, കാപ്പി കാശ് 1000, മൊത്തം 2000 രൂപ എന്നാ മീറ്റർ ഫിറ്റ് ചെയ്യാൻ. കാപ്പിക്കാശോ? അതെന്താ അത്? കൈക്കൂലി. സാറേ നാണമില്ലേ ഇതുപോലെ ഓഫീസിലിരുന്ന് കണക്ക് പറഞ്ഞിട്ട് കൈക്കൂലി വാങ്ങിക്കാൻ? എന്റെ സത്യശീല, ഇതിൽ നാണത്തിന്റെ കാര്യമൊന്നും ഇല്ല. ഇതാണ് ട്രാൻസ്പെറൻസി, പൊതുമേഖലാ സ്ഥാപനത്തിലെ സുതാര്യത. ഇപ്പൊ തന്നെ നിങ്ങൾ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എന്താ? ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ആർക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയില്ല. അതേസമയം KCBയിലെ ഉദ്യോഗസ്ഥരായ ഞങ്ങൾക്ക് ആവശ്യമുള്ള തുക ചോദിച്ചു വാങ്ങിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഞാൻ കൈക്കൂലി തരില്ല. അതിനായിട്ട് എന്റെ കയ്യിൽ കാശുമില്ല. അപ്പൊ കാപ്പി കാശ് ഇല്ല? ഇല്ല. നിങ്ങൾക്ക് മീറ്റർ വേണം. മീറ്റർ വേണം. ശരി, മീറ്റർ വേണമെങ്കിൽ കുറച്ച് രേഖകൾ ഇവിടെ ഹാജരാക്കേണ്ടി വരും. ഓ ആയിക്കോട്ടെ. കെട്ടിടം നിങ്ങളുടേതാണെന്നതിനുള്ളതിന് പ്രൂഫ്, പിന്നെ കരമടച്ച രസീത്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, പോക്കുവരവ് ചെയ്ത രേഖ, റേഷൻ കാർഡിന്റെ കോപ്പി, മജിസ്ട്രേറ്റിന്റെ ഒരു അഫിഡവിറ്റ്. പിന്നെ ഇതൊന്നും വേണ്ട, ഇതൊന്നും നടക്കില്ല സാറേ. സാറൊരു കാര്യം ചെയ്യും, ഞാൻ 1000 രൂപ ഇങ്ങോട്ട് തരാം. ഇതാ ഇത് വെക്കൂ. മതി, ബാക്കി നാളെ തന്നാ മതി. അപ്പൊ കാപ്പി കാശായി. ഇനി മീറ്ററിനുള്ളത്. അല്ലല്ല, കാപ്പി കാശല്ല, ഇത് മീറ്ററിനുള്ള കാശ്. ഇത് തരാനുള്ളത് മീറ്ററിനുള്ള കാശ്, ഇത് കാപ്പി കാശ്. അപ്പൊ താൻ പോയിട്ട് നാളെ ഒരു 11 മണിയാകുമ്പോ വാ. ഇതിപ്പോ സാറിന്റെ 11 മണി, വാച്ചിൽ എത്ര മണി? താൻ തന്റെ 11 മണിക്ക് വാ, സാറിന്റെ 11 മണി നോക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ കൃത്യം 11 മണിക്ക് വരട്ടെ. വന്ന് നോക്കേ. ശരി അല്ലേ? 11 മണിക്ക്. എന്റെ അമ്മോ, എന്തോരം രേഖകളാ! ഇത്രയും രേഖകളുടെ ആവശ്യമുണ്ടോ? നിങ്ങളിനോട് ചോദിച്ചോ ടാക്സി വരുമോന്നും? ചോദിച്ചു. എന്നാ നമ്മൾ പറയണ മൂപ്പര് വരൂല. 2 മണിയായി, ഇനി വരുമോ ചോദിച്ചു. ഇനി വരുമോന്ന് ചോദിച്ചില്ലേ? ഇനിയും നമ്മൾ പറയണ മൂപ്പര് വരൂല. ഞാനിവിടെ കാത്തു നിന്നിട്ട് കാര്യമുണ്ടോന്നും ചോദിച്ചു. അതൊക്കെ പടച്ചോനോട് ചോദിക്കേണ്ട കാര്യമില്ലേ സത്യശീല? മൊയ്തു വരൂ. 10 റുപ്യന്റെ കോയുണ്ട് കയ്യിൽ? 10 റുപ്യല്ല, 5 റുപ്യ. 5ന്റെ ആയാലും മതി. മറ്റേ എടുക്ക്. സത്യശീലിന് ഹെഡ് വേണോ ടെയിൽ വേണോ? ഇതെന്തിനാ? ഹെഡാണ് വീണച്ചാല് മൂപ്പര് വരൂ, ടെയിലാണ് വീണച്ചാൽ മൂപ്പര് വാല് പോലൊന്നും ഇങ്ങോട്ട് നോക്കണ്ട. ഹെഡ് വേണോ ടെയിൽ വേണോ? എനിക്ക് മൂപ്പര് വരണം എന്നാണല്ലോ. അപ്പൊ ഹെഡ്. ഞാൻ നോക്കിക്കോളി. ഹെഡ് വരൂ. വരുമല്ലേ? അതോ വന്ന ടാക്സി വന്നല്ലോ. 5 റുപ്യ. അവിടെ നിന്നോട്ടോടെ ഒരു 5 റുപ്യല്ലേ ഇതിനൊക്കെ ഇങ്ങനെ ഇതിവിടെയാണോ കൊണ്ടുപോകേണ്ടത്? നേരത്തെ രജിസ്റ്ററിൽ ഒപ്പിടാൻ. എന്നാ പിന്നെ ഞാൻ ഒപ്പിട്ട് തരാം. മറന്നു. എന്ത് പറഞ്ഞു സാർ? സത്യശീലൻ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാം സാർ? തനിക്ക് ഭാര്യയുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ പേരിൽ പുതിയൊരു കണക്ഷൻ ആപ്ലിക്കേഷൻ കൊടുത്താലോ? അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് പഴയ ഏതെങ്കിലും ഒരു മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലോ? ശ്രീമറ ഏതെങ്കിലും മീറ്റർ കയ്യിരിപ്പുണ്ടോ? സാറേ ഇത് നമ്മുടെ ചന്ദന റഷീദിന്റെ മീറ്ററാ. ഏത് ചന്ദന റഷീദ്? നമ്മുടെ അമ്പലത്തിൽ ചന്ദനം കൊടുക്കുന്ന റഷീദോ? അത് രായേ, ഇത് ചന്ദന റഷീദ്. സാറിന് എപ്പോഴും തെറ്റിപ്പോ. ഓ, ചന്ദന റഷീദ്. അങ്ങനെ ഒരു കൊല്ലം ബില്ലൊന്നും അടച്ചിട്ടില്ല. അയ്യോ, ഒരു കൊല്ലായിട്ട് ബില്ലടിച്ചിട്ടില്ലേ? അടുത്ത റവന്യൂ റിക്കവറിയാ. അയാളെ ബില്ലൊന്നും അടയ്ക്കാനൊന്നും പോണില്ല. അതെന്താ? പുള്ളി പോലീസിനെ കുത്തി ചെയ്യില്ലേ പാവം. തൽക്കാലം ഇത് ഫിറ്റ് ചെയ്ത് തരാം. മതി, എനിക്കത് മതി. അപ്പൊ 1000 രൂപ. 1000 രൂപ ഞാൻ തന്നിരിക്കും. എന്നാ മീറ്റർ ഞങ്ങൾ വെച്ചിരിക്കും. കൊറേ നടന്നാലെന്താ, കാര്യം നടന്നല്ലോ. ഫാൻ ഇട്ടൊന്ന് ഉറങ്ങിയിട്ട് തന്നെ ദിവസത്രയും. നിങ്ങളെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാണ് ചേട്ടാ. എന്താണിത്? നീ ഇന്നത്തോടെ നിന്റെ സീരിയൽ കാണാൻ നിർത്തിക്കോളണം. ഒരു സീരിയലിലെ പെണ്ണുങ്ങൾ സംസാരിക്കണ മാതിരി എന്നോട് സംസാരിക്കുന്നത്. അതിലെന്താ ഒരു കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു കാമുകരോട് വേണം തോന്നും. അത് കുഴപ്പമാണ്. പിന്നെ മീറ്റർ അഴിച്ചാണോ? പിന്നെ മീറ്റർ അഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കുറെ പൈസ ചെലവാക്കിയതല്ലേ. എന്താ പുറത്തൊരു ശബ്ദം? എന്ത് ശബ്ദം? വീണ്ടും ഒരു കിരികിരി ശബ്ദം. കിരികിരി ശബ്ദം കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറെ കേട്ടതാ. ഒന്ന് പോയി നോക്കുന്നേ. എന്തൊരു കഷ്ടാണ് കമലു ഇത്. ഒന്ന് പോയി നോക്കിയാൽ എന്താ? അയ്യോ, എന്തോ പറ്റി? മീറ്റർ അഴിക്കണോ?
ആ മറ്റേ ജയിലിലെ കക്ഷിയുടെ മീറ്റർ മാറ്റിയിട്ട് എൻ്റെ പഴയ മീറ്റർ തിരിച്ചു വെക്കാനാവും. അല്ല എൻ്റെ പഴയ മീറ്റർ തിരിച്ചു വെക്കാനാവും. ഒന്നും പറഞ്ഞില്ല. ഇത് നിങ്ങളുടെ മീറ്റർ അല്ലല്ലോ. ഇതെന്റെ മീറ്റർ അല്ല. ചന്ദൻ റഷീദ് ബില്ല് അടച്ചു. ഇത് ബഷീറിന്റെ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആര് പറഞ്ഞു? മേളിൽ നിന്ന് ഓർഡർ ഉണ്ട്. ഓർഡറോ? താങ്കളൊരു കാര്യം ചെയ്യും, നാളെ ഓഫീസിൽ വന്ന് ഒരു പുതിയ മീറ്ററിന് അപേക്ഷ കൊടുക്കും കേട്ടോ. എന്തിനാ കാണിച്ചു? തൽക്കാലം നീ ഇതുകൊണ്ട് പോ, ബാക്കി ഞാൻ ഓഫീസിൽ വരാം.